മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കരുണ അങ്ങനെ മഹിയെ നോക്കിയിട്ട് വിഷമത്തോടു കൂടി പോവുകയാണ് കേട്ടോ. കരുണ പോയതും ഡോറടിച്ചതിന് ശേഷം മഞ്ജുവും ലേഖയും കൂടി മഹിയോട് പറയുന്നുണ്ട്, മഹിക്ക് ഒന്നും തോന്നരുത് കേട്ടോ എന്ന് പറയണ്. അവളുടെ അച്ഛൻ ജയിലിലായി, അപ്പോൾ അവൾക്കൊരു ഭർത്താവിനെ വേണം, ഇനി ജീവിക്കാൻ അവൾക്ക് പണം വേണം, നാണം കെട്ടവൾ വന്നേക്കുന്നു കാല് പിടിക്കാൻ എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനെ ദേഷ്യത്തോട് കൂടിയിട്ട് സംസാരിക്കണം കേട്ടോ. മഞ്ജുവിന് ദേഷ്യം സഹിക്കാനേ പറ്റണില്ല. പിന്നീട് മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കരുണ പോയിട്ട് കാണാനില്ലല്ലോ പറഞ്ഞിട്ട് കരുണ അങ്ങനെ കരഞ്ഞ പോലെ വരും. എന്തായി മോളെ ചോദിക്കും. എന്തായി കാണുന്നില്ലേ എൻ്റെ കവളത്ത് എന്ന് ചോദിക്കും. അയ്യോ എൻ്റെ മോളെ ആരാ അടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നില്ലേ എൻ്റെ നാത്തൂൻ, അവളാണ് എന്നെ അടിച്ചത് പറയും. അയ്യോ എൻ്റെ മോളെ അടിച്ചോ എന്ന് ചോദിച്ചിട്ട് മുത്തശ്ശി ഇങ്ങനെ കരയാണ് കേട്ടോ. അതേസമയം മോഹിനി ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടി വരികയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയും, കണ്ടോ കരുണ മോളെ അടിച്ചിരിക്കുന്നത് കണ്ടോ, അവളെ ഉണ്ണിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടി കാല് പിടിക്കാൻ വേണ്ടി ആശുപത്രിയിൽ പോയതാണ്, അതുകൊണ്ട് അടിച്ചിരിക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കും. അതേസമയം ആരാ അടിച്ചത് എന്ന് മോഹിനി ചോദിക്കുമ്പോൾ മഞ്ജുവാണ് എന്ന് പറയും കേട്ടോ. അപ്പം മോഹിനി പറയുന്നുണ്ട്, എന്തിനാ നീ ഇപ്പം അങ്ങോട്ടേക്ക് പോയത്, മഞ്ജുവിന് ആകെ ദേഷ്യം വന്നിട്ടിരിക്കുകയാണ്, നീ ആശുപത്രി പോകരുതായിരുന്നു എന്നിങ്ങനെ പറയണ കേട്ടോ. അവൾക്ക് ഉണ്ണിയുടെ കൂടെ ജീവിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് അവൾ കാല് പിടിക്കാൻ പോയതാണ് എന്ന് പറയും. അവളെ അത്തരത്തിലല്ലേ ചെയ്തു വെച്ചിരിക്കുന്നത്, ഇതൊന്നും വരില്ലായിരുന്നു, ഒരു പ്രശ്നവും വരില്ലായിരുന്നു, കണ്ണൻ ഇതെല്ലാം അറിഞ്ഞിട്ടും മിണ്ടാതിരുന്നതാണ്. പക്ഷേ ഇവളെന്താ ചെയ്തത്, അവൻ മഹാലക്ഷ്മിയെ തള്ളിയിട്ടില്ലേ, ലക്ഷ്മി മോളെ തള്ളിയിട്ട കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ആയത് എന്ന് പറയും. അവന് വേണ്ടായിരുന്നെങ്കിലും വേണ്ട, നീ എന്തിനാ കാല് പിടിക്കാൻ വേണ്ടി പോയത്, അവൾ ഇവിടെ ഇരിക്കുന്നതാണ് നല്ലത് എന്ന് മോഹിനി പറയുന്നുണ്ട്. ആഹാ അത് ശരി, അവളെ ആ ഭർത്താവിൻ്റെ കൂടെ പോയി ഇരിക്കണ്ടേ ഈ സമയത്ത്, മോഹിനി നീ ഒന്നെങ്ങനെയെങ്കിലും കണ്ണനോട് പറയേ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ കരയാണ് കേട്ടോ. എൻ്റെ മോളെ ഇവിടെ ഇരുത്താൻ പറ്റില്ല എന്ന് പറയണം കേട്ടോ. ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞാലും ശരി, മഹാലക്ഷ്മി തന്നെ സമ്മതിച്ചെങ്കിലും കണ്ണൻ സമ്മതിക്കണം, അല്ലാതെ ഒരിക്കലും അവിടെ പോയി ഇരിക്കാൻ പറ്റില്ല എന്ന് പറയണം കേട്ടോ. ഉണ്ണിക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, അവൾ പ്രസവം വരെ ഇവിടെ ഇരുന്നോട്ടെ എന്നിങ്ങനെ പറയും. ആഹാ നിനക്കപ്പോൾ അവളുടെ താലിച്ചാരട് കളയണം എന്നാണ് ആഗ്രഹമല്ലേ, നിൻ്റെ മോൾ അവിടെ കുട്ടികളും കുഞ്ഞുങ്ങളും ഭർത്താവിൻ്റെ കൂടെ സുഖമായി ജീവിക്കണമല്ലേ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ കരുണ ഇങ്ങനെ ദഹിച്ചുകൊണ്ട് മോഹിനിയെ നോക്കുകയാണ് കേട്ടോ. മോഹിനി പറയുന്നുണ്ട്, ഇതിപ്പോൾ ആരെന്ത് പറഞ്ഞാലും ശരി ഇവളുടെ സ്വഭാവം മാറിയിട്ടില്ല, ഇവളുടെ സ്വഭാവം മാറാത്തടത്തോളം കാലം ഒരിക്കലും അവിടെ പോയി ഇരിക്കാനും പറ്റില്ല. അതേസമയം കണ്ണനാണ് എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടത്, എനിക്കൊരിക്കലും ഈ കാര്യം പറഞ്ഞിട്ട് കണ്ണനോട് സംസാരിക്കാൻ പോകാൻ പറ്റില്ല എന്ന് തീർത്ത് പറയണം കേട്ടോ മോഹിനി. അതേസമയം ആശുപത്രിയിൽ ഇങ്ങനെ ലേഖയും അതുപോലെ തന്നെ മഹാലക്ഷ്മിയും മഞ്ജുവും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. കണ്ണൻ്റെ അച്ഛൻ്റെ കാര്യം തന്നെയാണ് പറയണത്. അനന്തവേട്ടനെ വിളിച്ചു പോവുമായിരുന്നു, അതുപോലെ തന്നെ കണ്ണനെയും വിളിച്ചു കൊണ്ടുപോകുമായിരുന്നു. രണ്ടുപേരും പുറത്ത് പോകും, ഭക്ഷണം കഴിക്കും, ഭയങ്കര സ്നേഹമായിരുന്നു. അതേപോലെ കണ്ണൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് അനന്തവേട്ടനാണ് തലക്കിലിരുന്ന് കരഞ്ഞത്. കാരണം കണ്ണേട്ടൻ ICUലായിരുന്നില്ലേ, കണ്ണേട്ടൻ ആ ബോഡി പോലും കണ്ടിട്ടില്ല, അത്രയും സ്നേഹമായിരുന്നു എന്നിങ്ങനെ പറയട്ടോ. അതേസമയം മഞ്ജുവും ലക്ഷ്മിയും പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് മോഹിനി വരികയാണ് കേട്ടോ. മോഹിനെ കണ്ടതും തന്നെ മഞ്ജു, അമ്മേ നമ്മുടെ മോളെ ഞാൻ അടിച്ചു എന്ന് പറയും. അതിനെന്താ മോളെ, സാരമില്ല എന്ന് പറയും, അത് അവൾക്ക് അർഹിക്കുന്നതാണ് എന്ന് പറയും കേട്ടോ. അതേസമയം ഇപ്പോൾ ഒരുപാട് അമ്മയുടെ അടുത്ത് പറയുന്നുണ്ടാവുമല്ലോ ചോദിക്കുമ്പോൾ അതെ എന്നോട് ഒരുപാട് പറയുന്നുണ്ട്, കണ്ണനോട് പറഞ്ഞിട്ട് മഹാലക്ഷ്മിയോട് പറഞ്ഞിട്ട് അവൾക്ക് അവിടെ വന്ന് ജീവിക്കണം എന്നാണ് ഇപ്പോൾ അവൾ പറയുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ മഞ്ജുവും ലേഖയും പറയുന്നുണ്ട്, അവൾ ഒരിക്കലും നേരാവില്ല, അവളുടെ അച്ഛൻ്റെ സ്വഭാവമുള്ള മോളാണ്, അവൾ നേരാവില്ല എന്ന് പറയുകയാണ് കേട്ടോ. അതിനുശേഷം മഞ്ജു അതുപോലെ ലേഖയും യാത്ര പറഞ്ഞ് പോകാൻ നേരത്ത് വീണ്ടും മഞ്ജു പറയും, അമ്മയ്ക്ക് ദേഷ്യമൊന്നും തോന്നരുത്, ഞാൻ എൻ്റെ അപ്പോഴത്തെ ദേഷ്യം കൊണ്ടടിച്ചതാണ് എന്ന് പറയും കേട്ടോ. അത് സാരമില്ല എന്ന് പറഞ്ഞില്ല മോളെ എന്ന് പറയും. അതിനുശേഷം മഞ്ജു ലേഖയും കൂടി പോവുകയാണ് കേട്ടോ. പിന്നീട് മഹിയോട് മോഹിനി ഇങ്ങനെ പറയണം, മോളെ അവൾ ഇപ്പോൾ ഭയങ്കര വീട്ടിൽ പോകണം എന്നാണ്, നിങ്ങളുടെ കണ്ണേട്ടൻ്റെ കൂടെ പോയിട്ട് അവിടെ ഉണ്ണിയുടെ അവിടെ പോയി ഇരിക്കണം എന്നാണ് അവളുടെ ആഗ്രഹം. കണ്ണനെ നിന്നെ എങ്ങനെ സമ്മതിപ്പിക്കണം പറഞ്ഞിട്ട് എന്നോട് മുത്തശ്ശി മോളും കൂടിയിട്ട് ഒരേ പറച്ചിലാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മഹി പറയുന്നുണ്ട്, അവളുടെ സ്വഭാവം ഒരിക്കലും മാറില്ല അമ്മേ, ഞാൻ അവളെ ഒരു കുഞ്ഞിനുമായിട്ട് ഇവിടെ വന്നിട്ട് കെഞ്ചിയതല്ലേ, ഞാൻ അതുകൊണ്ടാണ് സോഫ്റ്റായി സംസാരിച്ചത് എന്നിങ്ങനെ പറയണം കേട്ടോ. അവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, പക്ഷേ കണ്ണേട്ടൻ്റെ
കൊലപാതകയായ അച്ഛൻ്റെ മോളിനെ അവർ സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഉണ്ണി ആ പ്രതാപനെ പോലെ തന്നെയാണ്, പൈസയുടെ കാര്യത്തിൽ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. എന്തായാലും ശരി, അവൾ നന്നായി ജീവിച്ചാൽ മതി എന്നിങ്ങനെ മഹാലക്ഷ്മി ഇങ്ങനെ പറയാണ് കേട്ടോ. മോഹിനിയും കൂടിയിട്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് പറയാണ് കേട്ടോ. അതേസമയം ദുർഗ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. ഒരേ കരച്ചിലാണ്. ആ സമയത്തായിരിക്കും കണ്ണൻ വരിക കേട്ടോ. കണ്ണൻ ചോദിക്കും, കണ്ണനെ കണ്ടതും ദുർഗയ്ക്ക് ഒരേ കരച്ചിലായിരിക്കും കേട്ടോ. എന്തിനാ കരയുന്നത് നിങ്ങൾ എന്ന് ചോദിക്കും. മോനെ, നീ ഞാനും ഉണ്ണിയും കോടതി വന്നു കഴിഞ്ഞാൽ ഞെട്ടുമെന്ന് പറഞ്ഞു, പക്ഷേ ഇതാണെന്ന് അറിഞ്ഞില്ലല്ലോ മോനെ. എൻ്റെ ആങ്ങളെ എന്നെ കല്യാണം കഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ലല്ലോ മോനെ പറഞ്ഞിട്ട് ദുർഗ ഒരേ കരച്ചിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പം വിശ്വാസമായില്ലേ? നിങ്ങളുടെ ആങ്ങളെയും അതേപോലെ തന്നെ പ്രതാപനുമാണ് ഇതെല്ലാം ചെയ്തതെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കില്ലേ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ചോദിക്കും. ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചിരുന്നില്ല മോനെ, എന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതാണ്. പക്ഷേ ഞാൻ കല്യാണം വിട്ടാക്കിയപ്പോൾ ഞാനും നീയും നമ്മൾ 3 പേരും സ്വർഗം പോലെ ജീവിച്ചിരുന്നതായിരുന്നു. ആ എൻ്റെ വിശ്വട്ടനെയാണല്ലോ അങ്ങേര് കൊന്നത്. ഇനി അങ്ങേരുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല എന്നിങ്ങനെ പറയണം. അത്രയും നല്ല മനുഷ്യനായിരുന്നു എൻ്റെ വിശ്വട്ടൻ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം കണ്ണൻ പറയുന്നുണ്ട്, നിങ്ങൾ ഈ പറയുന്നതെല്ലാം ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, അതേ മോനെ, എനിക്കിനി ആരുമില്ല, ഞാൻ നിങ്ങളുടെ പക്ഷത്താണ് എന്നിങ്ങനെ പറയണം കേട്ടോ. നിങ്ങൾക്കിത് തോന്നി, നല്ല ബുദ്ധി തോന്നി ശരിയായി പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ അവൾ ഒരിക്കലും കൊലയാളുടെ മോളാണ്. നിങ്ങളുടെ ആങ്ങളുടെ മോനും അതുപോലെ തന്നെ ഞങ്ങളിവിടെ തെറ്റിയിരിക്കുമ്പോൾ സോദി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതും ആ ആങ്ങളുടെ ഒരു അടവായിരുന്നു. എങ്ങനെയെങ്കിലും ഇവിടെ കയറി പറ്റിയിട്ട് ഞങ്ങളുടെ ജീവിതം തകർക്കണം എന്നായിരുന്നു പറയും. മോനെ, എനിക്കിനി അതൊന്നും അറിയില്ല, എനിക്ക് ആരുമില്ല മോനെ, ഞാനിനി നിങ്ങളുടെ കൂടെയാണ്. സ്വത്ത് മോഹിച്ചിട്ടൊന്നുമല്ല, പക്ഷേ എൻ്റെ വിശ്വേട്ടനെ കൊന്നില്ലേ, അതൊരൊറ്റ കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ദുർഗ ഇങ്ങനെ കരയാണ് കേട്ടോ. കണ്ണനോട് കൈ കൂപ്പിയിട്ട് കണ്ണൻ പറയുന്നുണ്ട്, മഞ്ജു കറക്റ്റ് സമയത്ത് അറിഞ്ഞു, അതുകൊണ്ട് അവൾ ഞങ്ങളുടെ കൂടെ. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റ് മനസ്സിലായി, നിങ്ങൾ കൂടിയതാണ്, ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേപോലെ കരുണയെ ഒരിക്കലും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയണം. പെട്ടെന്നാണ് ഉണ്ണി ഇങ്ങോട്ടേക്ക് വരിക. എന്തായി നിൻ്റെ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയില്ല കേട്ടോ. അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ, എന്താ ചെയ്യുക എന്നിങ്ങനെ ഉണ്ണി ചോദിക്കും. ഒരിക്കലും അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇനി നീ കരുതും പോലെയല്ല, അവളുടെ നിൻ്റെ അമ്മാനപ്പന് ഇനി ഒന്നുമില്ല. കാരണം ഈ കേസ് നടത്തുമ്പോഴേക്കും അയാൾ വെറും പാപ്പരാകും. പാപ്പരായ ഒരു അമ്മാനപ്പനെ നിനക്ക് എന്തായാലും ഇഷ്ടമായില്ലല്ലോ. അയാൾ നമുക്ക് നഷ്ടപരിഹാരവും തരണം. അപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അഥവാ നീ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ഇനി അവളൊരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവളെ മാത്രമല്ല നീയും ഈ വീട്ടിൽ നിന്ന് പുറത്താണ് കേട്ടോ എന്ന് പറഞ്ഞതിന് ശേഷം കണ്ണൻ പോവുകയാണ് കേട്ടോ. അപ്പം തന്നെ ദുർഗ പറയുന്നുണ്ട്, മോനെ നമുക്ക് അവളെ വേണ്ട, നിൻ്റെ അച്ഛനെ കൊന്ന അവളുടെ മോളാണ്, അവൾ വേണ്ട എന്നിങ്ങനെ കണ്ണൻ്റെ മുമ്പിൽ ദുർഗ ഇങ്ങനെ കരഞ്ഞ് പറയുന്നുണ്ട് ഉണ്ണിയോട് കേട്ടോ. പക്ഷേ ഉണ്ണി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, അവളുടെ മുത്തശ്ശി ആ വീടും പറമ്പും എനിക്ക് എഴുതിത്തരാ പറഞ്ഞിട്ടുണ്ട്, പിന്നെന്താ ഞാൻ അവളെ കൊണ്ടുവരുന്നതിന് ചിന്തിക്കുന്നുണ്ട്. ദുർഗ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ എന്താ നീ ആലോചിക്കുന്നത് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നു കേട്ടോ. പിന്നീട് നമ്മുടെ മാർക്കോ സാഗറയും മഞ്ജുവിനെയും കൊണ്ടിട്ട് ഒരു വലിയ വീട്ടിലേക്ക് വിളിച്ചിട്ട് വരികയാണ് കേട്ടോ. അവിടെ എത്തിയിട്ട് അവരങ്ങനെ വീട് കണ്ടിട്ട് ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ആ അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെ മാർക്കോ പറയുകയാണ് കേട്ടോ, ഇതാ ചാവി എടുത്തിട്ട് 2 പേരും ഒപ്പം വരി, ഇത് വാങ്ങിക്ക്, കണ്ണൻ സാർ ഇത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പറഞ്ഞതാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. ആ സമയത്ത് സാഗർ പറഞ്ഞു എന്നെ കണ്ണൻ സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു, മാർക്കോയുടെ കയ്യിൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അവരങ്ങനെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ആ വീട് നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ?